ഇന്ത്യൻ ഭരണഘടന ഒരു പൗരൻ നൽകുന്ന ഏറ്റവും മഹത്തായ മൗലിക അവകാശങ്ങളിൽ ഒന്നായ വിവരങ്ങൾ അറിയാനുള്ള അവകാശം കവർന്നെടുക്കാനുള്ള ഒരുക്കത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ. രാജ്യത്ത് വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ട് ഈ വർഷം ഏതാണ്ട് 20 വർഷം തികയുകയാണ്. 2005 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ UPA സർക്കാരാണ് ജനാധിപത്യ സർക്കാരുകളുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും തടയിടാൻ ജനങ്ങൾക്ക് സർക്കാരുകളുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് നേരിട്ടറിയാനുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഈ നിയമം പാസാക്കിയത്. എന്നാൽ ഇന്ന് വിവരാവകാശ നിയമത്തിന്റെ നെഞ്ചിൽ കഠാരയിറക്കുന്ന ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ വിവരാവകാശ നിയമങ്ങളിൽ നേരിട്ട് വെള്ളം ചേർക്കാനോ ഭേദഗതി വരുത്താനോ ശ്രമിച്ചപ്പോൾ വലിയ ജനരോഷമുണ്ടായത് തിരിച്ചറിഞ്ഞ നരേന്ദ്രമോദി ഭരണകൂടം ഇപ്പോൾ വളരെ ബുദ്ധിപരമായ ഒരു കുതന്ത്രമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിനായി സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ DPDP ആക്ട്. ഈ നിയമം ഉപയോഗിച്ച് വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ലഭിക്കാൻ അർഹതയുള്ള വിവരങ്ങളെ സ്വകാര്യതയുടെ പേര് പറഞ്ഞ് തമസ്കരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാരുകളുടെ അധികാരത്തിന്റെ ഇരുമ്പുമറയ്ക്ക് പിന്നിൽ പൗരനിൽ നിന്ന് മറച്ചു പിടിക്കപ്പെട്ട വിവരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് വിവരാവകാശ നിയമം ഇന്ത്യയിലെ ജനങ്ങൾ നേടിയെടുത്തത്. എന്നാൽ അതേ വിവരങ്ങളെ ഇപ്പോൾ ഈ പുതിയ DPDP നിയമത്തിന്റെ മറവിൽ ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് മറച്ചു പിടിക്കുക എന്ന കുരുട്ട് ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നിയമ ഭേദഗതിക്ക് പിന്നിലുള്ള സർക്കാരിന്റെ കുടില ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 2019 പരിഷ്കരിച്ച നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ 1.5 വർഷത്തിലധികം സമയമെടുത്തു. എന്നാൽ വിവരാവകാശ നിയമത്തിന്റെ മുനയൊടിക്കാനായി സർക്കാർ കൊണ്ടുവന്ന ചട്ടം മാത്രം അടിയന്തരമായി നിലവിൽ വന്നു. കൃത്യമായി പറഞ്ഞാൽ വ്യക്തിഗത വിവരങ്ങളെ നിയന്ത്രിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പിനെ നിർവീര്യമാക്കുന്ന DPDP ആക്ടിന്റെ 44-ാം വകുപ്പ് വളരെ ധൃതിപ്പെട്ട് ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ ഈ പുതിയ നിയമത്തിന്റെ ലക്ഷ്യം പൗരന്റെ സ്വകാര്യത സംരക്ഷിക്കാനല്ല, മറിച്ച് വിവരാവകാശ നിയമത്തിന്റെ ചിറകരിയാനാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. യഥാർത്ഥത്തിൽ വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുൻപുള്ള വിവരാവകാശ നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. വ്യക്തിയുടെ വിവരങ്ങൾ പൊതു താല്പര്യവുമായി ബന്ധമില്ലാത്ത പക്ഷം അത് വെളിപ്പെടുത്തേണ്ട ബാധ്യത വിവരാവകാശ കമ്മീഷണർക്കില്ല എന്ന് ആ നിയമം വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഒരു പിടിവള്ളിയിൽ തൂങ്ങിയിട്ടാണ് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് സ്വകാര്യ വിവരമാണ്, പൊതു താല്പര്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് വ്യാഖ്യാനിച്ച് സർക്കാർ ആ വിവരം നിഷേധിക്കുന്നത്. പൊതു താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ വ്യക്തിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നിലവിൽ വിവരാവകാശ കമ്മീഷൻ കൊടുക്കുന്നുള്ളൂ. പൊതു താല്പര്യമില്ലെങ്കിൽ വിവരം നൽകേണ്ടതില്ല എന്ന് വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ DPDP നിയമം നിലവിൽ വന്നതോടെ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇനി അങ്ങോട്ട് വിവരാവകാശ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പൊതു താല്പര്യം എന്ന ഘടകം സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഈ മാറ്റം എത്ര ഭീകരമാണെന്ന് നോക്കാം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകൻ സാരംഗ് ഗഡ്കരിയുടെ ഉടമസ്ഥതയിലുള്ള മാനസ് ആഗ്രോ എന്ന കമ്പനിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ എഥനോൾ വാങ്ങിയതിന്റെ അളവ്, വാങ്ങിയ തീയതി, അതിനായി പൊതുഖജനാവിൽ എത്ര പണം ചെലവഴിച്ചു തുടങ്ങിയ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൊതു താല്പര്യമുള്ള വിഷയമായതിനാൽ അറിയാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. എന്നാൽ പുതിയ നിയമം വന്നതോടെ ഈ വിവരങ്ങൾ പോലും സാരംഗ് ഗഡ്കരിയുടെ വ്യക്തിപരമായ വിവരങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ സർക്കാരിന് കഴിയും. വ്യക്തിപരമായ വിവരമായതുകൊണ്ട് അത് തരാൻ ഇനി സർക്കാരിന് ബാധ്യതയില്ല. ഇനി മുതൽ പൊതുഖജനാവിലെ പണം കൊള്ളയടിക്കാൻ സ്വന്തം ആളുകൾക്ക് കോൺട്രാക്ട് കൊടുക്കാനും സ്വജനപക്ഷപാതം നടത്താനും വിവരാവകാശ നിയമങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന സൗകര്യമാണ് സർക്കാരിന് ഇതിലൂടെ ലഭിക്കുന്നത്. ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ചരിത്രമുള്ള മോദി സർക്കാരിന് ഈ കള്ളക്കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ DPDP നിയമത്തിന്റെ ഇരുമ്പുമറ വലിയ സഹായകരമാകും. ഇതുകൂടാതെ ഈ നിയമത്തിൽ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ എന്നതിന്റെ പരിധിയിൽ വ്യക്തികൾ മാത്രമല്ല, കോർപ്പറേറ്റുകൾ, സ്വകാര്യ കമ്പനികൾ എന്നിവ മുതൽ സർക്കാർ സ്ഥാപനങ്ങൾ വരെ വ്യക്തി എന്ന് പറയുന്നതിന്റെ വിവക്ഷയിൽ വന്നിരിക്കുന്നു എന്നുള്ള കാര്യവും വ്യക്തമായി മനസ്സിലാക്കണം. അതായത് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, സർക്കാരിന്റെ പല കള്ളത്തരങ്ങളെ കുറിച്ചും ചോദിക്കുമ്പോൾ സർക്കാർ ഒരു വ്യക്തി ആയതുകൊണ്ട് അതും വ്യക്തിയുടെ സ്വകാര്യ വിവരമായി മാറുകയും വിവരാവകാശത്തിലൂടെ സമ്പാദിക്കാൻ സാധിക്കാത്ത കിട്ടാക്കനിയായിട്ട് ഈ വിവരങ്ങളെല്ലാം പൗരനെ സംബന്ധിച്ച് മാറുകയും ചെയ്യും. മോദി സർക്കാർ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിക്കാനുള്ള പഴുതുകൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ അനധികൃതമായി സമ്പാദിക്കുന്ന പണം പൊതു ഓഡിറ്റിംഗിന് വിധേയമാകാതിരിക്കാൻ ഈ നിയമം സഹായിക്കും. ജനപ്രതിനിധികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വത്ത് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ നൽകേണ്ടതുണ്ട്. എന്നാൽ DPDP വന്ന സ്ഥിതിക്ക് ഈ വിവരങ്ങൾ സ്വകാര്യ വിവരങ്ങളാണെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തേണ്ട ബാധ്യത അവർക്കും ഇല്ലാതാകും. ഈ നിയമം വഴി രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുകയും ചെയ്യും.